പ്രകാശൻ ചുനങ്ങാടിൻ്റെ കഴുകൻ എന്ന നോവലിൻ്റെ 3-ാം ഭാഗത്തിലെ 7-ാമത്തെ അധ്യായം. നോവൽ കഴുകൻ, ഭാഗം 3, അധ്യായം 7. അതിരാവിലെ കുമാരനെ വിട്ട് വിളക്കത്ര ശങ്കരനെ വിളിപ്പിച്ചു ശിവരാമമേനോൻ. ശങ്കരന് പീടികമുക്കിൽ മുടിവെട്ടുകടയുണ്ട്. ആഴ്ചയിലൊരിക്കൽ ശങ്കരൻ ചേലക്കോട്ടെ പടിപ്പുര കടന്നു വരുന്നു മേനോൻ്റെ താടി വടിക്കാൻ. മാസത്തിലൊരിക്കൽ മുടിവെട്ട്. ബുധൻ, ശനി ദിവസങ്ങളാണ് ക്ഷൗരത്തിന് പറഞ്ഞിട്ടുള്ളത്. 7-ാം ക്ലാസ് വരെ അപ്പുവിൻ്റെ മുടിവെട്ടും തറവാട്ടിൻ്റെ പടിഞ്ഞാറെ മുറ്റത്ത് വെച്ചായിരുന്നു. കഴുത്തിനു മേലെ ചെവിയുടെ മേൽഭാഗം വരെ മെഷീൻ കൊണ്ട് ചെത്തിക്കൊരി വെടിപ്പാക്കും. ഹൈസ്കൂളിലെത്തിയപ്പോൾ ശങ്കരൻ മുടിവെട്ടേണ്ടെന്ന് അപ്പു വാശി പിടിച്ചു. ഒറ്റപ്പാലത്തങ്ങാടിയിൽ സ്റ്റൈലിൽ മുടിവെട്ടുന്ന ബാർബർ ഷോപ്പുണ്ടത്രേ. അവൻ്റെ ഇഷ്ടം അനുവദിച്ചു കൊടുത്തു. ഇന്ന് അപ്പുവിൻ്റെ ഇഷ്ടം നോക്കാൻ പോകുന്നില്ല. ശങ്കരൻ വന്നിട്ടും തെക്കേ അറ തുറന്നിട്ടില്ല. തങ്കമ്മ ചെന്ന് വാതിലിൽ തട്ടി വിളിച്ചു. ഉറക്കപ്പിച്ചോടെ അവൻ വാതിൽ തുറന്നു. എന്താ? താഴേക്ക് വാ, അച്ഛൻ വിളിക്കണു. ശേഖരൻകുട്ടി കോണിപ്പടികൾ ഇറങ്ങി കോലായിലേക്ക് വന്നു. സഞ്ചി കക്ഷത്ത് വെച്ച് ശങ്കരൻ മുറ്റത്ത് നിൽക്കുന്നു. അച്ഛൻ അരത്തിണ്ണയിലേക്ക് കാല് രണ്ടും കയറ്റിവെച്ച് ചാരുകസേരയിൽ. ശങ്കര, ഇവൻ്റെ താടിയും മുടിയും കളഞ്ഞ് ഒരു മനുഷ്യക്കോലത്തിലാക്ക്. അച്ഛാ. പ്രതിഷേധിക്കാൻ ശ്രമിച്ചെങ്കിലും അച്ഛൻ ഇടങ്കൈ കൊണ്ട് തടുത്തു. ചെല്ലേ, നേരം കളയണ്ട. ശേഖരൻകുട്ടിക്ക് അനുസരിക്കേണ്ടി വന്നു. ശങ്കരൻ്റെ പിന്നാലെ പടിഞ്ഞാറെ മുറ്റത്തേക്ക് നടന്നു. അമ്മ കൊണ്ടുവന്നു വെച്ച പലകപ്പുറത്ത് അവൻ കുന്തിച്ചിരുന്നു. ശേഖരൻകുട്ടിയുടെ രൂപം കണ്ട് ശങ്കരന് ഉൾഭയമുണ്ടായി. തലക്കല്ല് ഇളകിയതാകുമോ ഈ കുട്ടിയുടെ? സാക്ഷാൽ മഹാദേവനെ മനസ്സിൽ വിളിച്ച് ശങ്കരൻ ശേഖരൻകുട്ടിയുടെ തലയിൽ കൈവച്ചു. വെള്ളവും എണ്ണയും സമം ചേർത്ത് മുടി കശക്കി ഒതുക്കിയെടുത്തു. ശങ്കരൻ്റെ കത്രിക ചലിച്ചു തുടങ്ങി. ഈയിടെയായി മെഷീൻ്റെ ഉപയോഗം കുറവാണ്. ചെരച്ചു മിനിപ്പിക്കാൻ വയസ്സന്മാർക്ക് പോലും താല്പര്യം കുറഞ്ഞിട്ടുണ്ട്. 1.5 തച്ചിൻ്റെ പണി വേണ്ടി വന്നു മുടി ഒരു പരുവത്തിലാക്കിയെടുക്കാൻ. ചീകി വയ്ക്കാൻ മാത്രം തലയിൽ മുടി നിർത്തി. താടി കളഞ്ഞു. കുട്ടി നിർബന്ധം പിടിച്ചതുകൊണ്ട് കനം കുറഞ്ഞൊരു തേരട്ട മീശ മേൽചുണ്ടിനുമേൽ പണിത് നിർത്തി. കുളത്തിലിറങ്ങി മുങ്ങി നിവർന്നപ്പോൾ ശേഖരൻകുട്ടിക്ക് ഉന്മേഷം തോന്നി. കഴിഞ്ഞ രാത്രിയിൽ നടന്നതൊക്കെ ഒരു സ്വപ്നമായിട്ടാണ് അവന് തോന്നിയത്. തളർച്ച തീർക്കാൻ ആൽത്തറയിൽ മലർന്നു കിടന്നതും ആലിൻ്റെ മുകളിലിരുന്ന് ഇട്ടിച്ചിരി അപ്പേട്ട എന്ന് വിളിച്ചതും പാടം വഴി മരണഭയത്തോടെ ഓടിയതും എല്ലാം സ്വപ്നമായിരുന്നോ? അങ്ങനെ വിശ്വസിച്ച് ആശ്വാസം കൊള്ളാനായിരുന്നു ശേഖരൻകുട്ടിക്കിഷ്ടം. ചില സ്വപ്നങ്ങൾ അങ്ങനെയാണ്, അനുഭവിക്കുന്നു എന്ന് തന്നെ തോന്നിപ്പോകും. ആരോ പിന്നിൽ നിന്ന് അടിച്ചു എന്നായിരിക്കും സ്വപ്നം. അടികൊണ്ടേടം വേദനിക്കും. ഞെട്ടി ഉണർന്നാലും വേദന ബാക്കി നിൽപ്പുണ്ടാവും. ചിലപ്പോൾ ഓർത്ത് രസിക്കാൻ വകയുള്ള സ്വപ്നങ്ങളുമായിരിക്കാം. ഒരു പെൺകുട്ടിയുടെ മടിയിൽ കിടക്കുന്നു. അവൾ വികാരവിവശയായി ഉമ്മ വയ്ക്കുന്നു. അങ്ങനെ ഇന്നലെ കണ്ടത് പേടിപ്പിക്കുന്ന സ്വപ്നമായി പോയി. രസമുള്ള സ്വപ്നങ്ങൾ മാത്രം കാണണമെന്ന് വാശി പിടിച്ചിട്ട് കാര്യമില്ലല്ലോ. കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്കും അമ്മ ദോശയും തേങ്ങാച്ചട്നിയും ഉണ്ടാക്കി വെച്ചിരുന്നു. കാപ്പിയുടി കഴിഞ്ഞ് മുകളിലേക്ക് കയറി. പഴയ പുസ്തകങ്ങൾ പൊടി തട്ടിയെടുത്തു. ആഗതാ ക്രിസ്റ്റിയുടെ ഒരു ക്രൈം ത്രില്ലർ കിട്ടി. ഒരിക്കൽ വായിച്ചതാണ്, ഒന്നുകൂടി വായിക്കാം. വലിഞ്ഞു മുറുകിക്കിടക്കുന്ന ഞരമ്പുകൾ ഒന്നയഞ്ഞു കിട്ടണം. അതിനു പറ്റിയത് ഇത്തരം നോവലുകളാണ്. തീർത്തും ഒരാഴ്ച ശേഖരൻകുട്ടി വീട്ടിന് പുറത്തിറങ്ങിയില്ല. പകൽ നേരങ്ങളിൽ വായിച്ചും ഉറങ്ങിയും കഴിച്ചുകൂട്ടി. രാത്രിയിൽ കിടപ്പറയുടെ വാതിൽ ഭദ്രമായി ബന്ധിച്ചു. ജനലിൻ്റെ പാളികൾ അമ്പിച്ചടച്ചു. അറയ്ക്കകത്ത് ഇട്ടിച്ചിരിയുടെ ഓർമ്മകൾ ചുറ്റിത്തിരിഞ്ഞു. അവൻ തലവഴി മൂടി പുതച്ചു കിടന്നു. മകനെ ഓർത്ത് ശിവരാമമേനോൻ ആദിപ്പെട്ടു. അവന് കൊലക്കയർ വാങ്ങിക്കൊടുക്കേണ്ടതായിരുന്നു. പോലീസുകാർക്ക് ഒരു സൂചന മാത്രം കൊടുത്താൽ മതി. സന്ധ്യമയക്കത്തിൽ മൂത്താരുകുട്ടി കൊക്കരണിപ്പറമ്പിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടു എന്ന് കുമാരനെ കൊണ്ട് പറയിക്കാമായിരുന്നു. കുമാരൻ നേരെ വാ നേരെ പോ സ്വഭാവക്കാരനാണ്. വിശ്വസ്തനുമാണ്. സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്നവനുമാണ്. അതൊന്നും ചെയ്യാതെ നോട്ടിൻ്റെ കെട്ടുകൾ ഇൻസ്പെക്ടറുടെ കാൽക്കൽ സമർപ്പിച്ച് കേസ് തേച്ചു മാച്ചു കളയണം സാറേ എന്ന് കരഞ്ഞ് കാലു പിടിച്ചു. താനൊരു ധൃതരാഷ്ട്രരാണ്. പുത്രസ്നേഹത്താൽ അന്ധനായിപ്പോയ രാജാവ്. കുറ്റം ചെയ്തവനെ രക്ഷപ്പെടാൻ സഹായിക്കുന്നത് മഹാപാപമാണ്. ഇട്ടിച്ചിരിയോട് മകൻ ക്രൂരത കാട്ടി. ക്രൂരനായ മകനെ രക്ഷപ്പെടാൻ സഹായിച്ച് അവൻ്റെ അച്ഛൻ അവനേക്കാൾ വലിയ ക്രൂരകൃത്യം ചെയ്തു. അവൻ വീടും നാടും ഉപേക്ഷിച്ചു പോയതാണ്. ഇപ്പോഴിതാ കുരുത്തം കെട്ടവൻ മടങ്ങി വന്നിരിക്കുന്നു. അവൻ്റെ BA പരീക്ഷാഫലം വന്നു കാണണം. ജയിച്ചിട്ടുണ്ടാവും തീർച്ച.
തുടർന്നും പഠിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ. എത്ര പണം വേണമെങ്കിലും അയച്ചു കൊടുക്കാം. വീട്ടിലേക്ക് വീണ്ടും വരാതിരുന്നാൽ മാത്രം മതി. പാലക്കാട്ടോ മദിരാശിയിലോ എവിടെ വേണമെങ്കിലും പൊയ്ക്കോട്ടെ. പഠിപ്പുര കടന്ന് ഈ മുറ്റത്ത് കാലുകുത്തരുതെന്ന് പോകുന്ന പോക്കിൽ അവനോട് പറയണം. അങ്ങനെ പറയാൻ കഴിയണമെങ്കിൽ മനസ്സ് കല്ലാക്കണം. മകനെ അത്രത്തോളം വെറുക്കാൻ അമ്മയ്ക്ക് കഴിഞ്ഞില്ല. അവൻ തെറ്റു ചെയ്തു, ശരിയാണ്. ഞാൻ പെറ്റതല്ലേ. ഇനിയൊന്നിൻ്റെ മുഖത്ത് നോക്കാനില്ല. ഈ മുലയിലെ പാല് കുടിച്ചാണ് അവൻ വളർന്നത്. ഈ മാറത്ത് കിടന്നാണ് അവൻ ഉറങ്ങിയത്. വേണമെന്ന് വെച്ചിട്ടാവില്ല അവൻ ആ കുട്ടിയോട് കൊടും ക്രൂരത കാട്ടിയത്. കയ്യബദ്ധം പറ്റിയതായിരിക്കും. കഴിഞ്ഞതു കഴിഞ്ഞു. സൽസ്വഭാവിയായി അച്ഛനെയും അമ്മയെയും അനുസരിച്ച് ഇനിയെങ്കിലും ജീവിച്ചാൽ മതിയായിരുന്നു. അവൻ ഉദ്യോഗത്തിന് പോകണ്ട. അച്ഛന് വയസ്സാവുകയാണ്. ഇക്കണ്ട കൃഷിയും വസ്തുക്കളും മേലാക്കം അവൻ വേണം പരിപാലിക്കാൻ. ഞാൻ അപ്പുവിനെ എവിടേക്കും വിടില്ല. അപ്പുവിൻ്റെ അച്ഛൻ എതിര് പറയുകയാണെങ്കിൽ തന്നെ പറഞ്ഞു സമ്മതിപ്പിക്കാമെന്ന് തങ്കമ്മയ്ക്ക് വിശ്വാസമുണ്ട്. ഭാര്യയുടെ കണ്ണ് നിറയുമ്പോൾ ആ മനസ്സരിയും. അധ്യായം 8. തെക്കേപ്പാടത്തിൻ്റെ കരയ്ക്ക് നിൽക്കുന്ന പേരാലിൻ്റെ മുകളിൽ ദുരാത്മാക്കളുടെ ആവാസമുണ്ടാകും. അങ്ങനെ വല്ല ബാധയും അപ്പുവിൻ്റെ മേത്ത് കയറിയിട്ടുണ്ടാവുമോ എന്ന് തങ്കമ്മ പേടിച്ചു. കറുത്ത വാവ്, നേരമല്ലാത്ത നേരം. ആലിൻ്റെ മുകളിലിരുന്ന് ഒരു സ്ത്രീ അവനെ പേരെടുത്തു വിളിച്ചുവെന്ന് അവൻ ആണയിട്ട് പറയുന്നു. 1 വട്ടമല്ല 3 വട്ടം. നിനക്ക് തോന്നിയതാവുമെന്ന് അപ്പുവിനെ സമാധാനിപ്പിച്ചുവെങ്കിലും അത് ശരിയായി കൂടെന്നില്ലെന്ന തോന്നലുണ്ടായി തങ്കമ്മയ്ക്ക്. സംശയം ശിവരാമേട്ടനോട് പറയുകയും ചെയ്തു. മേനോൻ പെട്ടെന്ന് പ്രതികരിച്ചില്ല. നട്ടപ്പാതിര നേരത്തൊരു പെണ്ണ് മണ്ണാത്തിപ്പാറമേൽ ഇരിക്കുന്നത് കണ്ടുവെന്ന് കുപ്പാണ്ടി പറയുന്നു. അവൻ പറയുന്നത് അതേപടി വിശ്വസിക്കാൻ വയ്യ. കുടിച്ച് വെളിവില്ലാത്ത അവസ്ഥയിലായിരുന്നല്ലോ കുപ്പാണ്ടി. അപ്പുനായർ പറയുന്നതോ? പട്ടച്ചൂട്ടിൻ്റെ വെളിച്ചത്തിൽ അയാൾ ആ പെണ്ണിനെ വ്യക്തമായി കണ്ടതാണ്. നിന്ന നിൽപ്പിൽ അവൾ മാഞ്ഞു പോവുകയും ചെയ്തെന്ന്. അപ്പുനായർ ഭയന്നു വിറച്ചു. അതുകൊണ്ടാണല്ലോ അയാൾ പനി പിടിച്ചു കിടന്നത്. എളുപ്പം പേടിക്കുന്ന കൂട്ടത്തിലല്ല അപ്പുനായർ. ഇല്ലാ കഥകൾ ഉണ്ടാക്കി പറയുന്ന സ്വഭാവക്കാരനുമല്ല. അയാളെ ഇന്നോ ഇന്നലെയോ കാണാൻ തുടങ്ങിയതല്ല. ഇട്ടിച്ചിരിയുടെ ആത്മാവ് ഗതി കിട്ടാതെ അലഞ്ഞു നടക്കുന്നുണ്ടെന്ന് വേണം കരുതാൻ. അവളുടെ പ്രേതം ഒരു ബാധയായി അവൻ്റെ പിന്നാലെ കൂടിയിട്ടുണ്ടെങ്കിൽ അതിശയിക്കാനില്ല. അവളുടെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരൻ അവനാണ്. തങ്കമ്മ പറയുന്നത് അപ്പാടെ തള്ളിക്കളയാനാവില്ല. 1-2 ദിവസം ശിവരാമമേനോൻ ഈ വിഷയം മനസ്സിലിട്ട് നടന്നു. നല്ലൊരു മന്ത്രവാദിയെ വരുത്തി ബലികളയൽ നടത്തിയാലോ? മന്ത്രവാദമോ ആഭിചാരക്രിയകളോ ചേലക്കോട്ട് തറവാട്ടിൽ ഇത്ര നാൾ വരെ ഉണ്ടായിട്ടില്ല. അപ്പുവിൻ്റെ ദേഹത്ത് ബാധ കൂടിയിട്ടുണ്ടെങ്കിൽ ഒഴിപ്പിക്കണം. അതിന് അഥർവം പഠിച്ചിട്ടുള്ള ദുഷ്ടദേവതകളെ ഉപാസിക്കുന്ന മന്ത്രവാദികൾ തന്നെ വേണ്ടിവരും. അല്ലെങ്കിലും മുമ്പ് നടക്കാത്ത കാര്യങ്ങളാണല്ലോ തറവാട്ടിൽ ഇപ്പോൾ സംഭവിക്കുന്നത്. മന്ത്രവാദിയെ വരുത്തി ബലികളയൽ കർമ്മം നടത്താമെന്ന് മേനോൻ ഉറപ്പിച്ചു. തങ്കമ്മയോട് പറഞ്ഞു. അവൾക്ക് സന്തോഷമായി. ആരുണ്ട് ആഭിചാരക്രിയകളിൽ കേമനായിട്ട്? സ്വകാര്യമായി കുമാരനോട് അന്വേഷിച്ചു. ഒരാളുണ്ട് മൂത്താരെ. ആരാ? രാമൻ പൂശാരി. പനമണ്ണക്കാരനാ. ചുട്ട കോഴിയെ പറപ്പിക്കുന്ന ആളാ മൂത്താരെ. മന്ത്രവാദിയെ വിളിക്കണമെന്ന് നിശ്ചയിച്ച നിലയ്ക്ക് ഒട്ടും അമാന്തം വേണ്ട. രാമൻ പൂശാരിയെ തന്നെ വരുത്താം. പുലർച്ചെ കുമാരനെ പനമണ്ണയ്ക്ക് വിട്ടു. വരാമെന്ന് രാമൻ പൂശാരി സമ്മതിച്ചു. വടക്കുംപാട്ടുകര ദേശത്ത് ഒരു ദുരാത്മാവിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് പലരും പറഞ്ഞ് പൂശാരിയും കേട്ടിട്ടുണ്ട്. കടുത്ത പ്രയോഗം വേണ്ടിവരും. ഉപാസനാമൂർത്തികളെ പ്രസാദിപ്പിക്കണം, കൂടെ നിർത്തണം, ചാരായം നേദിക്കണം, കോഴിച്ചോര കൊടുക്കണം, പണച്ചെലവുണ്ട്. സമ്മതമാണെന്ന് കുമാരൻ. രാമൻ പൂശാരി ഒരുക്കുമാനങ്ങളുടെ നീണ്ട ചാർത്തുണ്ടാക്കി. മഞ്ഞപ്പൊടി, അരിപ്പൊടി, കരിപ്പൊടി, ഇലപ്പൊടി, അവില്, മലര്, ശർക്കര, നാളികേരം, നിറച്ചുവെപ്പ്, തെങ്ങിൻ പൂക്കുല, വാഴത്തടി, ചാരായം കുപ്പി 1, പൂവങ്കോഴി 1, പട്ട 5 മുഴം, ഇണമുണ്ട്, ചുട്ടിത്തോർത്ത് 2, തെച്ചിപ്പൂവ്, അരളിപ്പൂവ്, ചെമ്പരത്തിപ്പൂവ്, പിന്നെയും കുറേ ലൊട്ടിലൊടുക്ക് സാധനങ്ങൾ. ഒരുക്കുമാനങ്ങളിൽ കുറവ് വരാൻ പാടില്ല. ആഭിചാരത്തിൽ ഒട്ടും വിശ്വാസമില്ലാത്ത ആളാണ് ശിവരാമ മൂത്താര് എന്നല്ലേ കുമാരൻ പറഞ്ഞത്? പിന്നെ എന്തേ ഇപ്പോഴിങ്ങനൊരു തോന്നലുണ്ടാവാൻ? മകൻകുട്ടിയുടെ മേത്ത് ബാധ കൂടിയിട്ടുണ്ടെന്നാണ് കുമാരൻ്റെ പക്ഷം. ബലികളയൽ കർമ്മങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ വയസ്സിനിടയ്ക്ക് ഒരു പ്രേതത്തെ പോലും രാമൻ പൂശാരി കണ്ടുമുട്ടിയിട്ടില്ല. ഏത് നട്ടപ്പാതിരയ്ക്കും ഏത് ചുടലപ്പറമ്പിൽ കൂടിയും നടന്നു പോകാൻ പേടിയില്ല. അഥവാ അങ്ങനെ ആരെയെങ്കിലും കാണാനിടയായാൽ തന്നെ അപ്പോൾ പ്രയോഗിക്കേണ്ട മന്ത്രങ്ങൾ ഉരുക്കഴിച്ച് ഹൃദ്യസ്ഥമാക്കിയിട്ടുണ്ട്.
ഒരു കൈ നോക്കാം. ഉപാസനാമൂർത്തികൾ തന്നെ ഇടത്തും വലത്തും മുമ്പിലും പിമ്പിലും കാത്തുകൊള്ളുമെന്ന് രാമൻ പൂശാരി വിശ്വസിച്ചു. വീട്ടുകാർക്ക് മന്ത്രവാദിയിൽ വിശ്വാസം വരണം. അതിനെന്താണ് വേണ്ടത്? മന്ത്രവാദ കർമ്മങ്ങൾ അതികേമമാക്കണം. ബാധ ഒഴിഞ്ഞുപോയെന്ന് വീട്ടുകാർക്ക് ബോധ്യം വരണം. ബാധ പോകുന്ന പോക്കിൽ പടിപ്പുരവാതിൽ തുറക്കുന്നതും വലിച്ചടയ്ക്കുന്നതും ഒച്ച കൊണ്ടറിയണം. പടിപ്പുര ഇല്ലെങ്കിൽ കടമ്പായ കഴികളിൽ ഒന്നെങ്കിലും ഒടിച്ചിട്ട് പോയാലും മതി. അല്ലെങ്കിൽ കുലച്ചു നിൽക്കുന്ന ഒരു വാഴ ഉന്തിത്തള്ളി മറിച്ചിട്ട് ബാധയ്ക്ക് പോകാം. പൂശാരിയുടെ ശിങ്കിടി ഒരുത്തൻ തത്സമയം ഒളിച്ചും പാത്തും വന്ന കാര്യം സാധിച്ച് മടങ്ങിപ്പോയിക്കൊള്ളും. ബാധ ഒഴിഞ്ഞുപോയി മൂത്താരെയെന്ന് രാമൻ പൂശാരി വിളിച്ചു പറയുമ്പോൾ വീട്ടുകാർക്ക് സന്തോഷമാവും. പൂശാരിക്ക് മടി നിറയെ പണം കിട്ടും. ഇങ്ങനെ ചില ചുട്ടുവിദ്യകൾ പ്രയോഗിച്ചാലല്ലേ 5-8 വയറുകൾ കഴിഞ്ഞു പോകൂ. അടുത്ത വെള്ളിയാഴ്ച 7:30 നാഴിക രാച്ചെന്ന നേരം രാമൻ പൂശാരി ചേലക്കോട്ടെ പടിപ്പുര കടന്നു വന്നു. വലം കയ്യിൽ ചൂരൽ വടി, ഇടം കയ്യിൽ വലിയൊരു ചാക്കുസഞ്ചി. ബലികളെ കഴിഞ്ഞു മടങ്ങും നേരത്ത് അവിലും മലരും പഴവും തേങ്ങാമുറികളും തലയില്ലാത്ത കോഴിയും പൊതിഞ്ഞു കെട്ടി ചാക്കുസഞ്ചിയിൽ വെക്കുന്നു. ചാരായക്കുപ്പി കോർക്കുകൊണ്ട് മുറുകെ അടച്ച് അതും സഞ്ചിയിൽ നിക്ഷേപിക്കുന്നു. പാതിര കഴിഞ്ഞാലും വിരോധമില്ല. വീട്ടിലെത്തി കോഴിയെ പപ്പും പൂടയും പറിച്ച് കറിവെച്ചു കൊണ്ടുവരാൻ കെട്ടിയവളെ ഏൽപ്പിക്കുന്നു. ചാരായ സേവ കഴിയുമ്പോഴേക്കും കോഴിക്കറി തയ്യാർ. കറി കൂട്ടി സുഖമായി ഊണ് കഴിച്ച് കോലായിൽ പായ നിർത്തിയിട്ട് ബോധം കെട്ടുറങ്ങുന്നു. 60 വയസ്സിനപ്പുറത്താണ് രാമൻ പൂശാരിയുടെ പ്രായമെങ്കിലും മെലിഞ്ഞ് ഇരുമ്പ് പോലെ ഉറച്ച ശരീരം, ചോരക്കണ്ണുകൾ, കഷണ്ടി മണ്ട. വന്ന പാടെ കുളത്തിലിറങ്ങി മുങ്ങിക്കുളിച്ച് ഇണമുണ്ട് തറ്റുടുത്ത് ചുവന്ന പട്ട അരയിൽ ചുറ്റി രാമൻ പൂശാരി കിഴക്കേ കോലായിൽ മഞ്ഞൾപ്പൊടിയും അരിപ്പൊടിയും കരിപ്പൊടിയും ഇലപ്പൊടിയും കൊണ്ട് കളം വരച്ചു. കളത്തിനു മുമ്പിൽ ഇടങ്ങഴിയിൽ നെല്ലും നെല്ലിനു മുകളിൽ നാഴിയിൽ ഉണങ്ങലരിയും നിറച്ചു വെച്ചു. നിലവിളക്ക് കൊളുത്തിവെച്ച് വിളക്കിനു മുമ്പിൽ തേങ്ങയുടച്ച് മലർത്തി വെച്ചു. അവിലും മലരും പഴവും ശർക്കരയും നാക്കിലകളിൽ വിളക്കിനു മുമ്പിൽ നിരന്നു. പുത്തൻ കലത്തിൽ ഗുരുതി കലക്കി അതും വിളക്കിനു മുമ്പിൽ വെച്ചു. മഞ്ഞൾപ്പൊടിയും ചുണ്ണാമ്പും വെള്ളത്തിൽ ഞെരടിച്ചേർത്തുണ്ടാക്കുന്ന ഗുരുതിക്ക് കടും ചുവപ്പ് നിറമാണ്. ഇത് ദുർമൂർത്തികൾക്ക് പാനം ചെയ്യാനുള്ള ചോരയാണെന്നാണ് സങ്കല്പം. ഗുരുതിക്കലത്തിന് ചാര്, ചിരട്ടയിൽ ചാരായം. മൂത്താരുകുട്ടിയെ നിർബന്ധിച്ച് കളത്തിന് നേർക്കുനേർ ഇരുത്തി. ഉച്ചത്തിൽ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് രാമൻ പൂശാരി ഉപാസനാമൂർത്തികളെ കളത്തിലേക്ക് ആവാഹിച്ചു. കുടിക്കാൻ ഗുരുതിയും ചാരായവും നൽകി. കുമാരൻ കോഴിയെ തലയും കാലും ഒതുക്കി പിടിച്ചു. പൂശാരി കോഴിയുടെ കഴുത്തറത്ത് ചുടുചോര കളത്തിന് നടുവിൽ പ്രതിഷ്ഠിച്ച വാഴക്കണയിൽ ഇറ്റിച്ചു. ഉടലും തലയും മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞു. ബാധയാണെന്ന് സങ്കല്പിച്ച ചൂരലുകൊണ്ട് കളത്തിനു മുമ്പിൽ പിടിച്ചിരുത്തിയ പിണിയാളെ പെടയ്ക്കുന്നതാണ് പതിവ് രീതി. ശിവരാമ മൂത്താരുടെ മകൻ്റെ പുറത്ത് ബാധയുടെ പേരിലായാലും ചൂരലുകൊണ്ട് പെടയ്ക്കാൻ ധൈര്യം വന്നില്ല. പകരം അരികെ മുറിച്ചു വെച്ചിരുന്ന വാഴത്തടിയുടെ പുറത്ത് കണക്കിന് പ്രഹരിച്ചു. ഒഴിഞ്ഞു പോവില്ലേ? അന്നേരം പടിപ്പുരവാതിൽ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്ന ഒച്ച കിഴക്കേ കോലായിൽ കേട്ടു. എല്ലാം മംഗളമായി മൂത്താരെ, ബാധ ഒഴിഞ്ഞുപോയി. കേട്ടില്ലേ ബാധ പടിപ്പുര കടന്ന് ഓടിപ്പോയ കോലാഹലം? തങ്കമ്മയ്ക്ക് സമാധാനമായി. കുമാരൻ അതിശയം പൂണ്ട് വായും തുറന്നു നിന്നു. മകനെന്ന ഈ ദുഷ്ടസന്തതിക്ക് വേണ്ടിയാണല്ലോ ഈ ബഹളങ്ങൾ എന്ന് ശിവരാമ മേനോൻ അകമേ അരിശം കൊണ്ടു. കളം മായ്ച്ചു. ഗുരുതി കലക്കിയത് കുമാരൻ വാഴച്ചോട്ടിലൊഴിച്ചു. പൂജാദ്രവ്യങ്ങളും ഇണമുണ്ടും ചുട്ടിത്തോർത്തും ചാരായക്കുപ്പിയും തലയില്ലാത്ത കോഴിയും രാമൻ പൂശാരി ചാക്കുസഞ്ചിയിൽ ഭദ്രമായി ഒതുക്കി വെച്ചു. കളം തൂത്തുവാരി പൊടിയും നാക്കിലകളും കരിന്തിരികളും വാഴമ്പോളകളും വേറൊരു പൊതിയാക്കി കെട്ടി. ഈ വക സാധനങ്ങൾ ഒരാളും ചവിട്ടാനും മറികടക്കാനും പാടില്ല. പോകുന്ന വഴി ഈ കെട്ടിലുള്ളതത്രയും കല്ലംകുളത്തിലെ വെള്ളത്തിൽ ഒഴുക്കി കളയണം. കരുതിയതുപോലെ മൂത്താര് വെറ്റിലയിൽ വെച്ച് 300 ഉറുപ്പിക ദക്ഷിണയായി തന്നു. നിലാവുള്ള രാത്രി ആയതുകൊണ്ട് ടോർച്ചിൻ്റെ ആവശ്യം വന്നില്ല. പൂശാരി വലിഞ്ഞു നടന്നു. 6-7 നാഴിക നടക്കണം വീട്ടിലെത്തിപ്പെടണമെങ്കിൽ. കല്ലംകുളത്തിൻ്റെ വക്കത്തെത്തിയപ്പോൾ പൂശാരി നിന്നു. വീർത്ത ചാക്കുസഞ്ചി മേൽപ്പടവിൽ വെച്ച് കൽപ്പടവുകൾ ഇറങ്ങി കെട്ടിപ്പൊതിഞ്ഞു കൊണ്ടുവന്ന ബലിശേഷം വെള്ളത്തിലേക്ക് വലിച്ചെറിയാനായപ്പോഴാണ് തൊട്ടു പിന്നിൽ ഒരു വിളി കേട്ടത്. ബാധ ഒഴിഞ്ഞു പോയോ പൂശാരി മാമേ? രാമൻ പൂശാരി ഞെട്ടിത്തിരിഞ്ഞു. 10-18 വയസ്സ് പ്രായം വരുന്നൊരു പെണ്ണ്. പാവാടയും ബ്ലൗസുമാണ് വേഷം. മുടി അഴിച്ചിട്ടിരിക്കുന്നു. നിലാവത്തും മുഖം കാണാൻ വയ്യ. കുട്ടി ഏതാ? എന്താ ഈ നേരത്ത് കുളത്തിൻ്റെ വക്കത്ത്? കുളത്തിൽ ചാടി ചാവാൻ വന്നതായിരിക്കുമോ ഭഗവതി? എന്നെ മനസ്സിലായില്ലേ? ഇല്ല. തരവത്തെ? തരവത്തെ? കാർത്യാനി അമ്മയുടെ മോള് ഇട്ടിച്ചിരി.
പൂശാരിയുടെ നെറുകം തലയ്ക്ക് തന്നെ ഇടിവാള് മിന്നി. കൊക്കരണിയിൽ ചാടിച്ചത്ത. പൂശാരി ഓടി. പിന്നിൽ കുടമണി കുലുങ്ങുന്നത് പോലെ പെണ്ണിൻ്റെ ചിരി കേട്ടു. തിരിഞ്ഞു നോക്കണമെന്നുണ്ടായിരുന്നു, ധൈര്യം വന്നില്ല. പൂശാരിയുടെ ചൂരലും വീർത്ത ചാക്കുസഞ്ചിയും അയാളെ കാത്ത് പുലരുന്നതുവരെ കുളത്തിൻ്റെ കരക്കിരുന്നു. പുലർച്ചെ ആ വഴി മണപ്പിച്ചു വന്ന തെണ്ടിപ്പട്ടിക്ക് കുശാലായി. ചാക്കുസഞ്ചി കടിച്ചു പൊളിച്ച് തലയില്ലാത്ത പൂവൻ കോഴിയെ കടിച്ചെടുത്ത് പട്ടി സ്ഥലം വിട്ടു. പ്രകാശൻ ചുനങ്ങാടിൻ്റെ കഴുകൻ എന്ന നോവലിലെ 3-ാം ഭാഗത്തിലെ 8-ാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. നന്ദി.